ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇറങ്ങിയ സമയത്ത് പിന്നെ കുറച്ച് നോക്കുമ്പോൾ ലാലിനെ കാണാനില്ല. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തോട്ട് വരുന്നൊരു ബസ്സിൻ്റെ പിറകിൽ ഇങ്ങനെ ചാടി കയറിയിരിക്കുന്നു ഈ ക്രൗഡിൻ്റെ ഉള്ളിൽ കൂടെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ തൂങ്ങി നിന്നുകൊണ്ട് കാശ്മീർ 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 എന്നും പറഞ്ഞ് ഷൗട്ട് ചെയ്തിരുന്ന ഒരു മോഹൻലാലിനെയും കണ്ട്. നമ്മൾ ചിലപ്പോൾ പറയും ഇവർക്ക് ജാടയാണ് മറ്റാണ്. ജാടയല്ല, ഇത് കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സഫോക്കേഷൻ പോലെ വരും. എവിടുന്ന് ആരെന്ത് എത്രയോ ആൾക്കാർ ലാലിനെ ബ്ലേഡ് വെച്ചിട്ട് കയറിയിട്ടുണ്ട് അറിയുന്നവർ. ഇന്നോവയിലൊക്കെ പോകുമ്പോൾ വഴിയിൽ നിർത്തി ചായ കുടിക്കുന്ന സമയത്ത് ആരും മോഹൻലാലിനെ പരിചയമില്ല അവിടെ നിന്നും ഈ കാശ്മീരിലൊന്നും. അപ്പം ഞാൻ ലാലിനോട് ചോദിക്കും, ലാലു ഡോണ്ട് യു ഫീൽ വെരി കംഫർട്ടബിൾ നൗ? അണ്ണ സത്യം പറഞ്ഞാൽ ഇറങ്ങുന്നതിന് മുന്നേ കേരളത്തിൻ്റെയൊക്കെ ഒരു ഫീലാണ്. കാരണം എന്താ വെച്ചെങ്കിൽ ഇനി എവിടെ നിന്നാണ് ആൾക്കാർ വരിക, എന്താണ്, എത്ര ക്രൗഡ് വരും, ഈ പേടിയിൽ. പക്ഷെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മൂപ്പർക്ക് ഇതൊന്നുമില്ല. മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ തീരില്ല. കാരണം ഞങ്ങളുടെ ബന്ധം അങ്ങനെയായിരുന്നു. നല്ലൊരു സുഹൃത്ത്, നല്ലൊരു അഭ്യുദയകാംക്ഷി, നല്ലൊരു സഹോദരൻ. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്രകളിനേക്കാൾ കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ചില ആ ഒരു ക്യൂരിയോസിറ്റിയിലേക്ക് ചൈൽഡ് എന്ന് പറയില്ലേ, ഒരു കുട്ടിയെപ്പോലെ വളരെ ലാഘവത്തോടു കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും നിൽക്കുന്നൊരു മോഹൻലാലിനെ കുറിച്ച് പറയാം. ഞങ്ങൾ അദ്ദേഹം 122 TA ബറ്റാലിയൻ്റെ ഓണറി ലെഫ്റ്റനൻ്റ് കേണലായതിനു ശേഷം ഒരു പ്രാവശ്യം ട്രെയിനിങ്ങിന് ഞങ്ങൾ കാശ്മീരിൽ പോയി. കാശ്മീർ എന്ന് പറയുമ്പോൾ ജമ്മുവിൽ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബൈ റോഡ് പോകണം. രജോറി സെക്ടറിൻ്റെ നടുക്ക് നഗ്രോട്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു 122 TA ബറ്റാലിയൻ. റോഡിൻ്റെ സൈഡിൽ തന്നെ, പക്ഷേ ഭയങ്കര ലോൺലി ആയിട്ടുള്ള സ്ഥലം. ആ റോഡിലൊക്കെല്ലാം അങ്ങനെയാണ്, ബട്ട് അവിടെ മാത്രമേ കാണുള്ളൂ അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി താമസിച്ച് ഒരു ദിവസം ലാലിനെയും കൊണ്ടിട്ട് ഞങ്ങൾ LOC കാണാൻ വേണ്ടി പോയി. LOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയൊക്കെ LOC എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്ന മല. അപ്പോൾ ഇത് ഇപ്പുറത്ത് പാകിസ്ഥാനാണെങ്കിൽ ഈ സൈഡിൽ കൂടെയാണ് നമ്മളിങ്ങനെ കയറി ഇവിടെ വരുന്നത്. ഈ എഡ്ജിലെത്തും. ഈ എഡ്ജിൽ ഈ സൈഡിലെല്ലാം ബങ്കേഴ്സ്, ഇതിലൂടെ നമുക്ക് എൻട്രി ചെയ്യാം. പക്ഷേ ഇപ്പുറത്തെല്ലാം കുന്നുപോലെ തന്നെ ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഫോട്ടോകളിൽ കൂടിയാണ് നമ്മൾ ഇപ്പുറത്ത് കാണുന്നത്. ഇപ്പുറത്ത് കാണുന്നത് എന്താണ്? ഒരു നല്ലൊരു വാലി, വില്ലേജ്. ഇവിടെ വന്നിരുന്ന വില്ലേജ് പോലെ തന്നെയാണ് അപ്പുറത്തുള്ള വില്ലേജും കാണുന്നത്. അപ്പോൾ അതെന്താണ്? അത് പാകിസ്ഥാൻ്റെ സൈഡിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്തുള്ളൊരു ആ ഒരു കണ്ണിങ്ങനെ അന്താളിച്ച് നിൽക്കുന്നൊരു മോഹൻലാലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആണോ ഇതൊക്കെയാണോ LOC എന്ന് പറയുന്നത്? ആണോ അതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ക്ലോസിൽ പാകിസ്ഥാനെ കണ്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഈ വഴിയിലൂടെ എല്ലാം ഈ ക്രോസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റക്കാർ ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു മലയുള്ളൂ, ബാക്കിയുള്ളതെല്ലാം വാലി സൈഡാണ്. അതുപോലെ തന്നെ അവിടുന്ന് വരുന്ന റിവർ ഒഴുകി ഇപ്പുറത്തൂടെ വന്ന് അപ്പുറത്തൂടെ എല്ലാം പോകുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്ന സമയത്തും ലാലിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു എന്തൂസിയാസം എന്ന് പറയുന്നത് ഏതൊരു പട്ടാളക്കാരിലും കാണുന്നതിനേക്കാൾ കൂടുതൽ കണ്ടിട്ടുണ്ട്. കാരണം പട്ടാളക്കാരൻ ആ ട്രെയിൻഡ് ഇതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറേ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ആ ഒക്കെയാണ് ഡ്യൂട്ടി ബൗണ്ട് എന്നുള്ളത്. പക്ഷെ ലാലിന് ആ ഇൻട്രസ്റ്റ് ഒരിക്കലും മാറില്ല. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സർവീസിനെ മാനിച്ച് നോർത്തേൺ കമാൻഡ് ആർമി കമാൻഡർ അദ്ദേഹത്തിന് കമൻഡേഷൻ കാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഇന്നും ലാൽ വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പത്മശ്രീയൊക്കെ കിട്ടിയതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ചെറിയ മെഡലാണെങ്കിലും അദ്ദേഹം അത് വളരെ സന്തോഷത്തോടു കൂടി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് ഹീ ടേക്സ് ദിസ് ആസ് എ പ്രൈഡ്. അല്ല വെറുതെ ഒരു റാങ്ക് കിട്ടിയതിൻ്റെ മുകളിൽ മാത്രമല്ലാതെ ഇപ്പോഴും കിട്ടുന്ന സമയത്ത് 2 ദിവസം നമ്മൾ ടി പറ്റാൻ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞിട്ട് 2-3 വർഷമായിട്ട് ഈ കൊറോണ കാരണം പോകാൻ പറ്റിയിട്ടില്ല. അതെപ്പോൾ പോകുമ്പോഴും അതെ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുന്ന മോഹൻലാലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ യാത്രകളിലൊക്കെ പല ചായക്കടകളിലൊക്കെ ഇപ്പം ജമ്മുന്ന് പോവാണ് ഞങ്ങൾ ഇന്നോവയിലൊക്കെ പോകുമ്പോൾ വഴിയിൽ നിർത്തി ചായ കുടിക്കുന്ന സമയത്ത് ആരും മോഹൻലാലിനെ പരിചയമില്ല അവിടെ നിന്നും ഈ കാശ്മീരിലൊന്നും. അപ്പം ഞാൻ ലാലിനോട് ചോദിക്കും, ലാലു ഡോണ്ട് യു ഫീൽ വെരി കംഫർട്ടബിൾ നൗ? അണ്ണ സത്യം പറഞ്ഞാൽ ഇറങ്ങുന്നതിന് മുന്നേ കേരളത്തിൻ്റെയൊക്കെ ഒരു ഫീലാണ്. കാരണം എന്താ വെച്ചെങ്കിൽ ഇനി എവിടെ നിന്നാണ് ആൾക്കാർ വരിക, എന്താണ്, എത്ര ക്രൗഡ് വരും, ഈ പേടിയിൽ. പക്ഷെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മൂപ്പർക്ക് ഇതൊന്നുമില്ല. ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. കാർഗിൽ നിന്ന് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് കുരുക്ഷേത്രം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ ലാലും കൂടെ ഒരുമിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ദ്രാസിലെത്തിയപ്പോൾ, ദ്രാസ് എന്ന് പറഞ്ഞാൽ യുദ്ധം നടന്നിട്ടുള്ള ടൗൺ, അതിൻ്റെ ടൗണിലെത്തിയപ്പോൾ സമയത്ത് ബസ് സ്റ്റാൻഡുണ്ട്. അവിടെയെല്ലാം ചെറിയ ബസ്സുകളാണ് ചിലപ്പോൾ ഈ മലയോരത്തൂടെ പോകുന്ന ബസ്സുകൾ. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇറങ്ങിയ സമയത്ത് പിന്നെ കുറച്ച് നോക്കുമ്പോൾ ലാലിനെ കാണാനില്ല. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തോട്ട് വരുന്നൊരു ബസ്സിൻ്റെ
പിറകിൽ ഇങ്ങനെ ചാടിക്കയറിയിരിക്കുന്നു ഈ ക്രൗഡിൻ്റെ ഉള്ളിൽ കൂടെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ തൂങ്ങി നിന്നുകൊണ്ട് കാശ്മീർ 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 എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തിരുന്ന ഒരു മോഹൻലാലിനെ കണ്ട്. കാരണം നോ വൺ റെക്കഗ്നൈസസ് ഹിം ആൻഡ് ഹി വാസ് എൻജോയിങ് ദ ഫ്രീഡം. അപ്പം ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണെന്നും അത് കിട്ടുന്ന സമയത്തുള്ള സുഖം എന്താണെന്നുള്ളത് ഞാൻ ലാലിൽ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയും ഇവർക്ക് ജാടയാണ് മറ്റാണ്. ജാടയല്ല, ഇത് കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സഫോക്കേഷൻ പോലെ വരും. എവിടുന്ന് ആരെന്ത് എത്ര ആൾക്കാർ ലാലിനെ ബ്ലേഡ് വെച്ചിട്ട് കയറിയിട്ടുണ്ട് അറിയുന്നവർ. ഈ ആരാധന മൂത്തിട്ട് എന്തെങ്കിലും ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഷെയ്ക്കൻഡ് കൊടുക്കുന്ന സമയത്ത് കൈൻ്റെ ഉള്ളിൽ ബ്ലേഡ് വെച്ചിട്ട് അതാണ് ഇവർ ചിലപ്പോൾ കൈവലിക്കുന്ന ചില ആൾക്കാരെ കാണുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ കണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ. ആ മലയിൽ ഞങ്ങൾ കാർഗിൽ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ശ്രീനഗറിൽ നിന്നൊക്കെ ബൈ റോഡാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. അപ്പോൾ അത് പോകുന്നത് 12 മണിക്കൂറൊക്കെ ട്രാവലായിരിക്കും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞങ്ങൾ നിർത്തി അത് ചില വില്ലേജസിൻ്റെയൊക്കെ വീട്ടിനകത്തോട്ട് കയറി ചെന്ന് അവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഈ മനുഷ്യൻ സാധാരണക്കാരനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ സാധിക്കില്ല. അത് ഈ 5 സ്റ്റാർ ഹോട്ടൽ ടു 7 സ്റ്റാർ ഹോട്ടൽ, 7 സ്റ്റാർ ഹോട്ടൽ ടു ബിസിനസ് ക്ലാസ്, ബാക്ക് ഹോം ആൻഡ് ലൊക്കേഷൻ, ഇങ്ങനൊരു ലൈഫായിട്ട് മാറുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ശ്വാസം മുട്ടുന്നതും ഞാൻ ലാലിക്കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഫ്രീഡം കൊടുത്തിരിക്കുന്നത് ഇതുപോലെ കാശ്മീർ ഷൂട്ടും പോകുന്ന സമയത്ത് ഹി യൂസ് ടു റിയലി ഫ്രീക്ക് ഔട്ട്. അതാണ് ലാലുമായിട്ടുള്ളൊരു യാത്ര എന്ന്. മമ്മൂക്കായിട്ട് അങ്ങനെയുള്ളൊരു എക്സ്റ്റേണൽ യാത്ര ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ മമ്മൂക്ക ആൾസോ വിൽ ബി വാണ്ടിങ് ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഫീലിംഗ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം കാശ്മീർ പോകാം, ആ ഫ്രീഡം നമുക്ക് അവിടെ കിട്ടും. ഇന്ത്യൻ സിനിമ ഇന്നും ആരാധിക്കുന്നതും അഡ്മയർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ബിഗ് ബി. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ബിഗ് ബി തന്നെയാണ്. അതിനെ മാറ്റിവെക്കാൻ വേറൊരു ബിക്കും സാധിക്കില്ല. ഈ വയസ്സിലും ഹി ക്യാരീസ് ഹിംസെൽഫ്. അതെന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ, ഡിസിപ്ലിൻ, ഇതൊക്കെയാണ്. അപ്പോൾ ഈ വ്യക്തിയെ ഞാൻ ആദ്യമായിട്ടൊരു സിനിമയിൽ കാണുന്നത് ബോംബെയിൽ നാട് വിട്ട് ഓടിപ്പോയി ആദ്യമായിട്ട് എൻ്റെ അമ്മാവൻ്റെ കൂടെ പോയിട്ടൊരു പടം കണ്ടിട്ടുള്ളത് ഷോലയായിരുന്നു. ആ ഷോലെ സിനിമയിൽ ജയ് ക്യാരക്ടർ മരിച്ചു പോയതിന് ശേഷം ഞാൻ അറിയാതെ ആ ജയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിനകത്ത് ജയാണ് അമിൻജിയുടെ ക്യാരക്ടറിൻ്റെ പേര്. അതിൽ ഹീറോ എന്ന് പറയുന്നത് ധർമ്മേന്ദ്രജിയാണ്. ബട്ട് ദെൻ സംഹൗ ഐ സ്റ്റാർട്ടഡ് ഹാവിങ് എ ലൈക്കിങ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക ഫീലിംഗ്. എന്നെങ്കിലും ഈ മനുഷ്യനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ. സ്ലം ഡോഗ് മില്യണറിൽ ആ പയ്യൻ ആഗ്രഹിച്ച പോലെ അവൻ ആ ചുറ്റും പിടിച്ചുകൊണ്ട് നടക്കുന്ന അതുപോലുള്ളൊക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു അന്ന്. യെസ്. അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് അമിൻജിയെ കാണുന്നത് പ്രിയേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഡ് കോൻ ബനേഗ കരോഡ്പതി എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടാണത്. അതിൻ്റെ ആഡായിരുന്നു. അപ്പോൾ അതിൽ രാജ്പാൽ യാദവാണ് ഒരു ബാർബറായിട്ട് ചെയ്യുന്നുണ്ട്, അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിൽ അമിൻജി വരുന്നത് അമിൻജിയുടെ സൗണ്ടൊക്കെ ആയിട്ട്. അപ്പം ഞാനാണ് അമിൻജിയുടെ അടുത്ത് ഈ സ്ക്രിപ്റ്റും കൊണ്ട് പോകുന്നത്. അസോസിയേറ്റല്ലേ. അമിൻജി വന്ന് 6 മണി എന്ന് പറഞ്ഞപ്പം കൃത്യം 6 മണിക്ക് സെറ്റിൻ്റെ ഡോറിൽ അമിൻജി നിൽക്കുന്നു വിത്ത് മേക്കപ്പ് ആൻഡ് ഡ്രസ്സ്. അങ്ങനെ വന്ന് പ്രിയേട്ടനോട് സംസാരിച്ചു. എടാ ഇത് കൊടുക്കുന്നു, സ്ക്രിപ്റ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ പോയിട്ട് അമിൻജി നമസ്തേ സ്ക്രിപ്റ്റ് നോക്കിയില്ല. മുമ്പ് നോക്കിയിട്ട് ഓക്കെ എല്ലാം കൂടെ ചുരുട്ടി അങ്ങനെ മടക്കിയിട്ട് എൻ്റെ ഷർട്ട് ഇങ്ങനെ പിടിച്ച് ഒരു വൈറ്റ് കുർത്ത ടൈപ്പായിരുന്നു ഇങ്ങനെ പിടിച്ച് ഇതിനകത്ത് കീപ്പ് ഇറ്റ് യുവർ സെൽഫ്. ഭയങ്കര ഫീലായിരുന്നു. കാരണം അദ്ദേഹം എന്നെ ടച്ച് ചെയ്ത് ഒരു ഫീല്. ബിക്കോസ് ഒരു സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ആമിയത്ത് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പറഞ്ഞാൽ ഭയങ്കര വില ഉണ്ടായതിനൊക്കെ. നമ്മൾ ആരാധിക്കുന്നൊരു വ്യക്തി നമ്മളെ തൊട്ടു അല്ലെങ്കിൽ നമ്മളോടൊന്ന് നന്നായി സംസാരിച്ചു എന്ന് പറയുന്ന സമയത്ത് കിട്ടുന്നൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അത് ഇത് കാണുന്ന സിനിമയെ ഇതുപോലെ സ്നേഹിക്കുന്ന ഭ്രാന്തമായിട്ടുള്ള ആ ഒരു സിനിമാക്കാരോടുള്ള ഒരു സ്നേഹമുണ്ടല്ലോ, അത് ആത്മാർത്ഥമായിട്ടുള്ളവർക്ക് അത് ഫീൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അമിൻജി അന്നങ്ങ് തൊട്ടപ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക്, അതും വളരെ ജോവിയലായിട്ട് മടക്കിയിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഷർട്ട് ഇങ്ങനെ പിടിച്ച് കീപ്പ് ഇറ്റ് യുവർ സെൽഫ്. അപ്പം ഞാൻ പറഞ്ഞു താങ്ക് യു അമിൻജി. ഓക്കെ. ഷൂട്ട് കഴിയുന്നവരേക്കും ഞാൻ ഇദ്ദേഹത്തെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നോ ഒരു പ്രാവശ്യം റെയിൽവേ സ്റ്റേഷൻ വെച്ച് ചിന്തിച്ചാണ് പോസ്റ്റ് കണ്ടപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഇദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ആ വ്യക്തി ഇന്ന് ഞാൻ കണ്ടു, തൊട്ടു, ഫീൽ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് പിന്നീടാണ് കാന്താർ എന്നുള്ള സിനിമയ്ക്ക് ആ അച്ഛൻ്റെ ക്യാരക്ടർ
ഈ അച്ഛൻ എയർപോർട്ടിൽ നിൽക്കുന്നതായിട്ടാണ് ആ പടത്തിൻ്റെ ഒരു തുടക്കം എഴുതി. പിന്നീട് പലരും വന്ന് അതിനകത്ത് എന്തൊക്കെയോ ആയിട്ടെല്ലാം കൈവിട്ടു പോയി. ആക്ച്വലി ആ കഥ ഞാൻ പറഞ്ഞ സമയത്ത് അമിത്ജി എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് ഈ മരിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം എയർപോർട്ടിലുണ്ട്. അവിടെ ഭയങ്കര ബഹളം, ഭാരത് മാതാ കി ജയ്, അത് ഇത് ഇതെല്ലാം. അപ്പോൾ ഈ വയസ്സായിട്ടുള്ള ഈ ആൾക്കാരൊക്കെ തട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഓഫീസർ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഈ ബോഡിയായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഇവൻ്റെ അച്ഛനാണെന്നുള്ളത് അറിയാം. നോക്കുമ്പോൾ അരേ ലോക്നാഥ് ജി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴാണ് ആൾക്കാർ പിന്നെ അറിഞ്ഞ് ഈ മനുഷ്യൻ്റെ അച്ഛനാണിതെന്നുള്ളത്. അവിടെ കിട്ടുന്ന ജനങ്ങളൊരു വികാരം, ഇതൊക്കെയായിരുന്നു ആ ഒരു ഫീലിലായിരുന്നു അമിത്ജീനെ അങ്ങോട്ട് റിസീവ് ചെയ്യുന്നത്. ഭയങ്കര ജൈജാൻറ്റിക്കായിട്ട് ആ തള്ളി മാറ്റിയിട്ടുള്ള ക്രൗഡിനെ തനിയെ മാറിക്കൊണ്ട് അമിത്ജീനെ മോഹൻലാൽ വിളിച്ചുകൊണ്ട് വരുന്ന സീക്വൻസിലാണ് നമ്മൾ പടം തുടങ്ങിയത്. അപ്പം പിന്നെ ഒരു കഥകളെല്ലാം മാറിപ്പോയി പലതും. അതാണ് ചിലപ്പോൾ ഈ ഡിസ്കഷൻ ചെയ്യാൻ വരുന്ന പല പാർട്ടീസും പലതും കൺഫ്യൂസ് ചെയ്തത്. അങ്ങനെ പോയതാണ്. എന്നിട്ട് അപ്പം അദ്ദേഹത്തെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനോരമയുടെ കോൺക്ലേവിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ വന്നു, ന്യൂസ് മേക്കറിന് വേണ്ടി. അപ്പോൾ മോഹൻലാലും ഉണ്ടായിരുന്നു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണാ ഒന്ന് ചോദിച്ചു നോക്കി ഇങ്ങനെ ഒരു കഥ പറയാൻ വേണ്ടി. അങ്ങനെ എന്നെ ലീമേഡിയിൽ കൊണ്ടുപോയി ഞങ്ങൾ ഒരു 10 മിനിറ്റ് സംസാരിച്ചു. ഇതെല്ലാം പറഞ്ഞപ്പം അത് പറഞ്ഞു, ഓക്കെ വെൻ ഡു യു വാണ്ട് ടു ഡൂ ഇറ്റ് എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, സാർ ജൂൺ ജൂലൈ സംവർ ടീക്കെ ഡേറ്റ് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മതി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഡേറ്റും വാങ്ങിച്ചു. ഞാനും സുനിൽ ചന്ദ്രിക നായർ പ്രൊഡ്യൂസറായിരുന്നു, മോഹൻലാലും കൂടെ ബോംബെയിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവാണ്. ഇതൊക്കെ ഒരു വേറെ ഫീലായിരുന്നു. കാരണം അമിത്ജിയുടെ വീട്ടിലോട്ട് പോകുന്നു, അവിടെ നിന്നൊരു കപ്പ് ചായ കുടിക്കുന്നു. അപ്പോൾ ചെല്ലുന്ന സമയത്ത് സ്റ്റെപ്പിൻ്റെ മുകളിൽ അഭിഷേക് ബച്ചൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹായ് അഭിഷേക്, ഹൗ യു? ഗുഡ്. സോ യു ആർ ദ ഡയറക്ടർ? യെസ്. ഐ സെഡ് ഐ എം മേജർ. ഓ യു ആർ ആൻ ആർമി ഓഫീസർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കം നോ പപ്പായി സർ. ഈസ് ടു റെസ്പെക്ട് ദാറ്റ് ഫാദർ അങ്ങനെയുള്ളൊരു ഫിഗറാണ്. അവരുടെ വീട്ടിലടക്കം അമിത്ജി ഈസ് ബിഗ് ബി. അതെനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കയറി ചെന്നപ്പോഴത്തേക്കും ചായ കുടിക്കാൻ വേണ്ടി മുകളിലത്തെ ഹാളിൽ വിളിച്ച് ചായയൊക്കെ കുടിച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു ചെക്ക് എടുത്തിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അപ്പം പ്രൊഡ്യൂസറുണ്ട്, ലാൽ സാറുണ്ട്. എടുത്തിട്ട് ഞാൻ പറഞ്ഞു, അമിത്ജി ഇതൊരു റെമ്യൂണറേഷൻ ആയിട്ട് കണക്കാക്കരുത്. അത് തരാനുള്ള കഴിവ് എനിക്കില്ല, എൻ്റെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇപ്പം ഇല്ല. അതുകൊണ്ട് ഇതൊരു ടോക്കൺ എന്നും പറഞ്ഞ് 2-3 ദിവസത്തിൻ്റെ വർക്കാണ്. അന്ന് ഞങ്ങൾ ഒരു 50 ലക്ഷത്തിൻ്റെ ചെക്ക് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഇതെങ്ങനെ അത് വാങ്ങിച്ചില്ല. എൻ്റെ അടുത്ത് വെച്ചാൽ വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇറ്റ്സ് എ സ്മോൾ ടോക്കൺ. ഇന്ന് ഞങ്ങളുടെ മലയാള മാസത്തിൻ്റെ വിഷുവാണ്. April 1 എന്ന് പറയും, April 14 എന്ന് പറയും, വിഷു മേടമാസം 1. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓസ്പീഷ്യസ് ഡേക്ക് ഞാനിത് തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ലാൽ സാറും പറഞ്ഞു, അതെ സാർ, ടുഡേ ഇസ് ആൻ ഓസ്പീഷ്യസ് ഡേ, സോ വി വോണ്ട് ടു സബ്മിറ്റ്. സുനിലും നോക്കി നിൽക്കുന്ന സമയത്ത് അമിത്ജി സെറ്റ് വാട്ട് റെമ്യൂണറേഷൻ, ഇങ്ങനെയാണ് മൂപ്പര്, വാട്ട് റെമ്യൂണറേഷൻ ഫോർ ദ 3 days. ഐ ലൈക്ക് ദാറ്റ് പേഴ്സൺ, ഐ ലൈക്ക് ടു ആക്ട് വിത്ത്. മോഹൻലാലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമിത്ജി പറഞ്ഞ വാക്കാണ്. എനിക്കെല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ആരാധിക്കുന്നൊരു വ്യക്തി മോഹൻലാൽ എന്നുള്ളത്, അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ആരാധിക്കുന്ന വേറൊരു വ്യക്തി, മോഹൻലാൽ പോലും ആരാധിക്കുന്നൊരു വ്യക്തിയാണ് അമിത്ജി. ആ വ്യക്തി മോഹൻലാലിനോട് പറയുന്നത് ഐ ലവ് ടു ആക്ട് വിത്ത് യു എന്ന് പറയുന്ന സമയത്തുള്ള ആ ഒരു എലിവേഷൻ ഓഫ് ദ ക്യാരക്ടേഴ്സ്. ഇതിന് നടുക്കിൽ അന്താളിച്ച് നിന്നിരുന്ന സിനിമയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഞാൻ, കാരണം 3-4 പടം ചെയ്തിട്ടുള്ളപ്പോഴത്തേക്കും ഇത് രണ്ടും കണ്ട് ആസ്വദിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കീപ്പ് ഇറ്റ്, I don't want any money. I like your subject. We'll do it. Date I'll tell you. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പൈസ പോലും വാങ്ങിക്കാതെ, ഒരു പൈസ പോലും വാങ്ങിക്കാതെയാണ് അമിത്ജി ആ പടത്തിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് വരുന്നതൊക്കെ സർപ്രൈസിൻ്റെ മുകളിൽ സർപ്രൈസായിരിക്കും. ഷൂട്ടിങ്ങിന് ഫസ്റ്റ് ഡേ തലേ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, സ്ക്രിപ്റ്റ് ഞാൻ 4 സീൻസും കൊടുത്തിട്ട് പറഞ്ഞു, അമിത്ജി കൽക്കിത്ര, എൻ്റെ അടുത്ത് ചോദിച്ചു നാളെ എത്ര മണിക്കാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, അമിത്ജി പറഞ്ഞാൽ മതി, കാരണം തണുപ്പൊക്കെ അല്ലേ ഊട്ടിയിൽ. നോ യു ടെൽ മീ. ഞാൻ പറഞ്ഞു, ഐ വോണ്ട് ടു ടേക്ക്, ബിക്കോസ് അതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഫീലൊക്കെ ഉണ്ട്. അപ്പോൾ ഏർലി മോർണിംഗ് സൺറൈസൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. എത്ര മണിക്കെന്ന് വെച്ചു. അപ്പോൾ 7 മണിയൊക്കെ ആണെങ്കിൽ ഓക്കെ, ബട്ട് യു ടെൽ മീ ദം. 7 മണി. ഞാൻ യു വിൽ കം അറ്റ് 7. യെസ്. അപ്പോൾ എനിക്കറിയാതെ യെസ് എന്ന് പറഞ്ഞാൽ 7 മണിക്ക് അവിടെ എത്തിയിരിക്കും. കാരണം കോൻ ബനേഗ കരോഡ്പതിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. 6 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 6 മണിക്ക് അവിടെ ഡ്രസ്സും ചെയ്ത് വാതിക്കൽ വന്ന് നിന്ന അമിത്ജിനെ ഞാൻ കണ്ടിട്ടുണ്ട്.
അങ്ങനെ പിറ്റേ ദിവസം അന്ന് രാത്രി അന്ന് ഏർലി മോർണിംഗ് 5 മണിക്ക് ഞങ്ങൾ പോയിട്ട് എല്ലാം സെറ്റ് ചെയ്തു. ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് തൻ്റെ ഭാര്യയോട് സംസാരിക്കുന്ന അമിജിയുടെ സീൻ. അപ്പോൾ ഞാൻ അതേ ഹൈറ്റുള്ള 6'3" ഹൈറ്റുള്ള ഒരാളെ യൂണിറ്റിൽ നിന്ന് പിടിച്ചു നിർത്തി കംപ്ലീറ്റ് ലൈറ്റപ്പ് എല്ലാം ചെയ്ത് എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് മാർക്ക് ചെയ്തു. കൃത്യം 6:55 കാർ വന്ന് നിൽക്കുന്നു, പുറത്തിറങ്ങുന്നു. 4 സീൻസും കയ്യിലുണ്ട്. ചോദിച്ചു വിച്ച് സീൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദിസ് വൺസ്. ആ സീൻ മാത്രം എടുത്ത് ബാക്കിയുള്ളത് അസിസ്റ്റൻ്റിൻ്റെ അടുത്ത് കൊടുത്ത് ഓക്കെ കേട്ടോ ചലോ 7 o'clock ഈ സ്റ്റാൻഡിങ് ഓൺ ദാറ്റ് സ്പോട്ട്. ഇത് കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ഞാനിപ്പോൾ ആരെയും കുറ്റം പറയല്ല, പക്ഷേ ഒരു സിനിമയിൽ എന്തുകൊണ്ട് ബിഗ് ബി ഇത്രയും കാലമായിട്ട് അതുപോലെ നിൽക്കുന്നു? വയസ്സിനനുസരിച്ച് അദ്ദേഹം ഗ്രോ ചെയ്തു. അച്ഛൻ്റെ ക്യാരക്ടർ എടുത്തു. ഇപ്പം 16 വയസ്സായുള്ള പെൺകുട്ടികളുടെ കൂടെ അഭിനയിക്കുള്ളൂ എന്നുള്ള വാശിയൊന്നും പിടിക്കില്ല. അദ്ദേഹം അച്ഛനായി, അമ്മാമനായി, അച്ഛനായി, മുത്തച്ഛനായി പല ക്യാരക്ടറും അദ്ദേഹം ചെയ്തിട്ട് ഇന്നും സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളതാണ്. അവിടെയാണ് അമിതാഭ് ബച്ചൻ എന്തുകൊണ്ട് അമിതാഭ് ബച്ചൻ ആയി എന്നുള്ളത് വരുന്നത്. അങ്ങനെ ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ മൂപ്പരുടെ പിന്നെ വരുന്നു ഓക്കെ അവൻ ചെയ്യും, ഓക്കെ. പിന്നെ മോണിറ്ററൊന്നും നോക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഓക്കെ അമിജി നെക്സ്റ്റ് നോ മേജർ. അപ്പം ഇടയ്ക്കിടയ്ക്ക് സാർ എന്ന് വിളിക്കുമായിരുന്നു. പിന്നെ അവസാനം ഞാൻ പോയിട്ട് കാല് പിടിച്ചു, ഇനി എന്നെ സാറെന്ന് വിളിക്കരുത് കേട്ടോ. പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ കാല് പിടിച്ചപ്പോൾ വാട്ട് ഈസ് ഇറ്റ്? നോ സർ ഇറ്റ് ഡസൻ ലുക്ക് നൈസ് എന്ന് പറഞ്ഞു. ഓക്കെ രവി, അങ്ങനെ രവീന്നാക്കി. ചില ഷോട്ട് കഴിഞ്ഞാൽ മൂപ്പർ വേഗം വന്നിട്ട് പറയും വിൽ ഗോ ഫോർ 1 more, ഐ ക്യാൻ ഇംപ്രൂവ് എന്നിട്ട് പറയും 2 വെച്ചോ ഏതാ വേണ്ട ചെറുത്തോന്ന് പറയും. അതാണ് ആ മനുഷ്യൻ. അല്ലാതെ എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിൻ്റെ തെറ്റ് പറ്റിയിട്ട് നമുക്ക് രണ്ടാമതൊരു ഷോട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ചിലപ്പോൾ ഫോക്കസ് ഒന്ന് ഔട്ടായി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി അമിജി ഒന്ന് ഓക്കെ നോ പ്രോബ്ലം. പക്ഷെ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് സോ മച്ച് ഓഫ് പെർഫെക്ഷൻ. ഈ ഡയലോഗ് മുഴുവൻ പഠിച്ചിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് പ്രോംപ്റ്റിംഗ് ഉണ്ട് ഏത് ഡയലോഗ്. എന്നിട്ട് അവിടുത്തെ കോമഡി എന്താ ഉണ്ടായത്? അമിജിയും മോഹൻലാലും കൂടിയിട്ടുള്ള സീക്വൻസ് വരുന്നു. അങ്ങനെ മോഹൻലാലോടെ മുന്നിൽ നിൽക്കുന്നത് ബോഡിയായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ ഫ്ലാഗ് കൊടുക്കുന്ന സീക്വൻസിൽ ഇവരുടെ ഡയലോഗുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ ഡയലോഗിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ രാജാജി ആയിരുന്നു അന്ന് എൻ്റെ അസോസിയേറ്റ്. രാജാജി ആസ് യൂഷ്വൽ മോഹൻലാലിൻ്റെ ഡയലോഗ് വന്നപ്പോഴത്തേക്കും പ്രോംപ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ പിൻ ഡ്രോപ്പ് സൈലൻ്റ് നിൽക്കുകയാണ്. പെട്ടെന്ന് സ്റ്റോപ്പ് ഹൂ ഈസ് ഷൗട്ടിങ് എന്നത് അമിജി. അപ്പോൾ ഞാൻ ഷൗട്ടിങ്ങില്ല സർ പ്രോംപ്റ്റിങ്. ലാലേട്ടാ യു പീപ്പിൾ ഡു പ്രോംപ്റ്റിങ്. അപ്പോൾ ലാൽ സാർ ഇല്ല സാർ വി ജനറലി ഡു ഇറ്റ് ലൈക്ക് ദിസ്. ഓഹോ ഐ ഗോട്ട് ഡിസ്റ്റർബ്ഡ്. അത്രയും കോൺസെൻട്രേഷനാണ് അദ്ദേഹത്തിന്. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? കംപ്ലീറ്റ് സീക്വൻസ് അമിജിയുടെ കൂടെ ഉള്ളത് ലാലേട്ടനങ്ങ് ഫുൾ ബൈ ഹാർട്ട് ചെയ്ത് അവിടെ നോ പ്രോംപ്റ്റിംഗ് ആയിരുന്നു. ഇറ്റ് വെൻ്റ് ഓൺ 1.5 days ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഷൂട്ടിങ് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഉച്ചയായപ്പം ഞാൻ പറഞ്ഞു 1 മണിക്ക് ജനറലി ഞാൻ ബ്രേക്ക് ചെയ്യും, കാരണം അദ്ദേഹത്തിന് ആ കറക്റ്റ് ടൈമിന് ശാപ്പാട് കൊടുക്കുക. ബ്രേക്ക് ചെയ്തപ്പം ഞാൻ പറഞ്ഞു അമിജി ഒറ്റ ഷോട്ടേ ഉള്ളൂ, വേണമെങ്കിൽ നമുക്ക് തീർത്തിട്ട് ബ്രേക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഒറ്റ ഷോട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തീർന്നു. അമിജിയുടെ 4th സീനിൻ്റെ ലാസ്റ്റ് ഷോട്ടാണെന്ന്. വാട്ട് നോൺസെൻസ്, ഐ എം നോട്ട് ഗോയിങ്, ഐ ഗേവ് യു 3 days. ഇതിപ്പോൾ 1.5 days ഇഫ് യു ഫിനിഷ് ഐ വിൽ നോട്ട് ഗോ എന്ന്. ഹി ഡിഡ്ന്റ് ഗോ ഫ്രം ഹി ഡിഡ്ന്റ് ലീവ് ഊട്ടി. ആ അന്ന് ഉച്ചയ്ക്ക് ശേഷം എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കലും ഫുൾ ഫ്ലെഡ്ജ് ഹാപ്പിനെസ്. കംപ്ലീറ്റ് ആൾക്കാരെ വിളിച്ച് ഫോട്ടോ എടുക്കലും അന്നേരം ഒരു ആഘോഷമായിരുന്നു. അതിന് പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി മിലിറ്ററി ക്യാമ്പിലൊക്കെ കൊണ്ടുപോയി MRCയിലും ഒക്കെ കറക്കടിച്ച് യാത്ര അയച്ചിട്ട് വന്നു. പടം കണ്ടപ്പം അതിനകത്ത് 27 minutesോളം ഫുട്ടേജ് ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ അമിജി എൻ്റെ അടുത്ത് ചോദിച്ചു ബോംബെന്ന്, അല്ല രവി, ഇഫ് ഐ ഗേവ് യു 5 days ഐ തിങ്ക് യു വിൽ ഫിനിഷ് എ ഫിലിം. ഞാൻ പറഞ്ഞു നോട്ട് 5 days, യു ഗിവ് മി 7 days ഐ വിൽ ഫിനിഷ് എ ഫിലിം. യു ബ്ലഡി സൗത്ത് ഇന്ത്യൻസ് ആർ ടു ഫാസ്റ്റ്. ഇങ്ങനെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല, വി ആർ നോട്ട് ലൈക്ക് ദസ് എന്ന്. പക്ഷേ അമിജി വിൽ കം ഇഫ് യു കോൾ ഹിം. അതാണ് അമിജി. ആൻഡ് ഇമാജിൻ റെയിൽവേ സ്റ്റേഷനിലിരുന്ന് പോസ്റ്റ് കണ്ടുകൊണ്ട് എന്തെങ്കിലും ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച ഞാൻ, അദ്ദേഹം ആദ്യം എന്നെ ഒന്ന് തൊട്ടിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടി. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ വെച്ച് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത് ദാറ്റ് മൈറ്റ് ബി മൈ ആ ഒരു ആഗ്രഹിച്ച ആഗ്രഹത്തിൻ്റെ ബലമായിരിക്കും ഒരു പക്ഷേ.
അതുകൊണ്ട് എന്തെങ്കിലും ഇഫ് യു ആർ വിഷിംഗ് സംതിങ് വിഷ് ഇറ്റ് സിൻസിയർലി ഇറ്റ് വിൽ ഹാപ്പൻ. ജയ് ഹിന്ദ്.